നെഹ്റു കുടുംബത്തിന്റെ ജെനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്, യാതൊരു തർക്കമില്ല. രാഹുൽ ഗാന്ധിക്ക് ഗാന്ധി എന്ന പേര് ഒപ്പം ചേർക്കാൻ അർഹതയില്ലെന്നും രാഹുലിന്റെ DNA പരിശോധിക്കണമെന്നുമായിരുന്നു PV അൻവറിന്റെ പരാമർശം. വിമർശനമുയരുമ്പോഴും പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അൻവർ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി എന്നല്ല, അദ്ദേഹത്തെ നെഹ്റു കുടുംബത്തോട് പോലും കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു അർഹതയും അയാൾക്കില്ല എന്ന് അയാൾ തന്നെ തെളിയിച്ചിരിക്കുന്നു. 100% എന്താ ഒരു തർക്കവും കാര്യത്തിലില്ല. പറയുന്ന കാര്യങ്ങൾക്ക് തിരിച്ചും മറുപടി കിട്ടുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അൻവറിനെ തള്ളിയില്ല. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. അൻവറിനെ പിണറായി വിജയൻ ആയുധമാക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പഴയകാലത്ത് ചില പ്രമാണിമാർ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് കള്ളു കൊടുത്ത് ചില ചട്ടമ്പികളെ പറഞ്ഞു വിടും. എന്നിട്ട് അവർ ആ വീടിൻ്റെ മുമ്പിൽ പോയി അസഭ്യവർഷം നടത്തും. അതിൻ്റെ ആധുനിക കാലത്തെ പുനരവതാരമാണ് ഈ PV അൻവറിലൂടെ പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുന്നത്. PV അൻവറിനെതിരെ UDF കൺവീനർ MM ഹസൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ജയിലിൽ അടയ്ക്കാത്തത് എന്തുകൊണ്ടാണെന്ന രാഹുലിന്റെ ചോദ്യമാണ് CPM-നെ പ്രകോപിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.